മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. തോറ്റുപോയി. ആരാണ് തോറ്റത്? പൊതുജനങ്ങളാണ്. ജയിച്ചു. BJP അടങ്ങുന്ന NDA വീണ്ടും വിജയിച്ചിരിക്കുന്നു. ഭരണത്തിലേക്ക് അവർ കടന്നു പോകുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, രാജ്യത്തിന്റെ ജനാധിപത്യ സ്രോതസ്സുകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് BJP അടങ്ങുന്ന NDA അധികാരത്തിലേക്ക് കടന്നു പോയിട്ടുള്ളത്. EVM മിഷനുകളിലെ അട്ടിമറികളെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം നമ്മളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിലല്ല നടന്നത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം നമുക്കിടയിലേക്ക് തിരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് തന്നെ കടന്നു വന്നതാണ്. പക്ഷേ കേരളത്തിന് മാതൃകയാക്കേണ്ടതുണ്ട്. കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, രാജ്യത്ത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയപ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തിന് എല്ലാവിധത്തിലും കൂറുപുലർത്തി നിന്നത് കേരളം മാത്രമാണ്. ശബരിമല വിഷയത്തിനപ്പുറത്ത് രാജ്യത്തെ ജനങ്ങളെ വേട്ടയാടിയ ഒരു സർക്കാരിന് നേരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ അറിയിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി. അവർ അതിനുവേണ്ടി തിരഞ്ഞെടുപ്പ് അവരതിനുവേണ്ടി മുന്നിൽ കണ്ടു. അതിനുവേണ്ടി അവർ പോളിംഗ് ബൂത്തിൽ പോയി. ഇവിടെ ഒരു അട്ടിമറിയും നടക്കുന്നില്ല. വോട്ടിംഗ് മിഷൻ അട്ടിമറി നടക്കുന്നില്ല. EVMകളിൽ കൃത്രിമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. സാധിച്ചത് തന്നെ അതിനെ പ്രതിരോധിച്ച് നിർത്താനും ഇവിടെയുള്ള പൊതുജനത്തിന്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൃത്യമായ നിലപാടുകൾ എന്നുള്ളത് തന്നെയാണ്. പൊതുജനം എന്ന നിലപാട്. അവിടെ മതമില്ല, അവിടെ രാഷ്ട്രീയ പാർട്ടികളില്ല, അവിടെ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നവരെ മാറ്റി നിർത്തുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് തൃശ്ശൂരിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും കാണിച്ചു കൊടുക്കുവാൻ കേരളത്തിന് സാധിച്ചിട്ടുള്ളത്. നോക്കൂ, തമിഴ്നാടിനെടുത്തു നോക്കിയാൽ നമുക്ക് ചില ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തമിഴ്നാട്ടിലെ കർഷക ആത്മഹത്യകളെ കുറിച്ചിട്ട് ഒരുപാട് വാർത്തകൾ വന്നതാണ്. കർഷകരുടെ സമരങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് വാർത്തകൾ വന്നതാണ്. പാർലമെന്റിന് മുൻപിൽ നഗ്നരായവർ സമരം ചെയ്ത വാർത്തകൾ കടന്നു വന്നതാണ്. മഹാരാഷ്ട്രയിലാവട്ടെ, മധ്യപ്രദേശിലാവട്ടെ, ഉത്തർപ്രദേശിലാവട്ടെ കർഷക ആത്മഹത്യകളും അതുപോലെ തന്നെ കർഷക സമരങ്ങളും നമ്മൾ കേട്ടു വന്നതാണ്, കണ്ടതാണ്. എന്നിട്ട് പോലും എന്ത് സംഭവിക്കുന്നു? ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ രാജ്യത്ത് നടക്കുന്നില്ല എന്നല്ലേ പറയേണ്ടത്? ഒരു കാര്യം വ്യക്തം, കേരളത്തിനെ പോലെ മറ്റുള്ള സംസ്ഥാനങ്ങൾ എന്ന് ചിന്തിക്കുന്നുവോ അന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഭരണകൂടത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. പുതിയ സർക്കാർ ഈ രാജ്യത്ത് അധികാരത്തിൽ വരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.